കഴിഞ്ഞ മാസത്തെ ദുബായ് ട്രാൻസാക്ഷൻ വെച്ച് ഈ മാസം കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 200% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ വാറിന്റെ ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് 200% വിചാരിക്കുന്നത്, ഇവനെന്ത് പൊട്ടനാന്നുള്ളതല്ലേ വിചാരിക്കുന്നത്? അതല്ല, ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കറിയാം ഇസ്രായേൽ ഇറാന്റെ വാർ കാരണം ഇസ്രായേലിന് എന്തുമാത്രം ഇൻഫ്ലേഷൻ അവരുടെ രാജ്യത്ത് വന്നിട്ടുണ്ടെന്ന്. യുദ്ധത്തിന് മുമ്പായിട്ട് ഇറാനിൽ $1 എന്ന് പറയുന്നത് 47,000 ഇറാൻ റിയാലായിരുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1.3 മില്യൺ ഇറാൻ റിയാലാണ്. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ദുബായിൽ ഇപ്പം കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേടിക്കുന്നവരെല്ലാം നല്ല എമൗണ്ട് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് മേടിക്കുന്നത്. ചെറിയ എമൗണ്ട്, അതായത് 1 മില്യൻ്റെ ഒക്കെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇച്ചിരി ബാക്ക് ഓഫ് ചെയ്യുകയാണ്. ചെറിയ പേടിയുണ്ട്, കാരണം അവരുടെ ലിക്വിഡ് എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ വാറും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് ഓപ്ഷൻ ഉള്ളൂ. ഫസ്റ്റ് വൺ വരുന്നത് ഗോൾഡും, സെക്കൻഡ് വൺ വരുന്നത് റിയൽ എസ്റ്റേറ്റുമാണ്. ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രോജക്റ്റിനും നല്ലൊരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. അതായത് 1 മില്യൺ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ എല്ലാ അപ്പാർട്ട്മെന്റ്സും നമുക്ക് 1.3, 1.4 ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി അവരുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ദുബായുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംആറിൻ്റെ തന്നെ ആണെങ്കിൽ പുതിയ ലോഞ്ച് വന്നിരിക്കുന്നത് 1 ബെഡ്റൂമിന് 1.1 മില്യൺ മാത്രമേ വരുന്നുള്ളൂ. ടൗൺ ഹൗസസ് ആണെങ്കിൽ അവരുടെ വരുന്നത് 3.7 മില്യണും അവൈലബിലിറ്റി ഉണ്ട്. ലൊക്കേഷൻ പറയുവാണെങ്കിൽ എക്സ്പോ സിറ്റിയുടെ അടുത്തായിട്ട് വരും, ദുബായ് സൗത്തിൽ. അൽമക്തുമിലേക്കാണെങ്കിൽ 5 മിനിറ്റ്സ്, അതെല്ലാം നമുക്കിപ്പം ജബലലിലേക്കാണെങ്കിൽ 15 മിനിറ്റ്സ്. അങ്ങനെ എല്ലാ അക്സസിബിൾ ആയിട്ടുള്ള ഒരു നല്ല ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാൻഡമിക് കഴിയുന്നതോടെ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുന്നതുമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി, ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ വിവരം അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.